ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടെക്സ്ചർ സിമുലേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ്. അപ്പോൾ ഇത് എന്തോ ഒരു ടെക്നിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം. ഇത്ര വലുപ്പമാണുള്ളത്. പുറം ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സിറ്റി പോലത്തെ ഏരിയയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഗെയിം കളിച്ചു തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ പോകാനാണ് പറഞ്ഞത്. കമ്പ്യൂട്ടറിൽ പോയേക്കാം. പിന്നെ മാനേജർ ടാബ് ഓപ്പൺ ആക്കണം. മാനേജർ ടാബ് ഓപ്പൺ ആക്കിയിട്ട് ഫസ്റ്റ് സൈന് $0.00 അത് വാങ്ങണം. അപ്പോൾ നമ്മളെ കയ്യിൽ $1500 ഓൾറെഡി ഉള്ളത്. ഫസ്റ്റത്തെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മള് പ്രൊഡക്റ്റുകൾ നോക്കണം. പ്രൊഡക്റ്റുകൾ ഇപ്പോൾ 5-6 പ്രൊഡക്റ്റ് നമുക്കുണ്ട്. പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്. ഷെൽഫ് വാങ്ങിയിട്ടുണ്ട്. ഈ ഷെൽഫ് പുറത്ത് വന്നിട്ടുണ്ട്. അത് തന്നെ എടുത്ത് നമുക്ക് ഈ കടന്റെ അകത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഷെൽഫ് എടുക്കുക. നമുക്ക് ഏകദേശം ഈ ഒരു മൂലയിലായിട്ട് വെക്കാം. ഈ ഒരു തൽക്കാലമായിട്ട് തൽക്കാലത്തിന് ഇപ്പോൾ ഒന്ന് മതി. പിന്നെ ക്യാഷ് ആകുമ്പോൾ പിന്നെ മേടിക്കാം. ഓക്കെ, ഈ ഇതിനാവശ്യമായ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യണം. പ്രൊഡക്റ്റുകൾ ഷോപ്പിലാവും ഉണ്ടാവുള്ളൂ. ഷോപ്പില് പ്രൊഡക്ട്സ് ഒക്കെ ഒരു 5 പ്രൊഡക്റ്റ് ആണ് ഓൾറെഡി നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. $396 ഓക്കെ, അതും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോന്നെടുത്ത് അതിൻ്റെ അകത്ത് ഷെൽഫിൽ കൊണ്ടുപോയി കറക്റ്റാക്കി വെക്കാം. അപ്പോൾ അതൊന്നും ഷെൽഫിൽ 1, 2, 3, 4 ഓക്കെ, ഒരു ഷെൽഫിൽ 6 ഉള്ളൂ. ഇനി ഷെൽഫ് വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഷെൽഫ് എന്തായാലും ഇനി വേണ്ടി വരും. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് എടുക്കുക. ഇതേപോലെ ഇവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോ ഇതേ കൊള്ളുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പ്രൈസ് ഇതിമല്ല അഡ്ജസ്റ്റ് ചെയ്യലെന്ന് തോന്നുന്നേ. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിലാവും പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കി നോക്കാം. ഇതിലാണ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. ബാങ്കിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ലെവല് 30 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതില് പ്രൊഡക്റ്റ് പ്രൈസ് ഓക്കെ, പ്രൊഡക്റ്റ് പ്രൈസ് ആണൊരു ഇതുണ്ട്. അതില് $5 നമുക്ക് ഒരു $7 ആക്കാം. ഓക്കെ, പിന്നെ $8 ഉള്ളത് നമുക്കൊരു $10 ആക്കാം. $10 ആക്കാം. $2 മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഈ $10 ഒരു $12 ആക്കാം. റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫീസ് അപ്ഗ്രേഡ് പിന്നെ നമ്മളെ മോട്ടല് നമ്മളെ ഇതേതായാലും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആൾക്കാർ വരികയാണെങ്കിൽ വരട്ടെ. നമുക്ക് ഇനി കുറച്ച് പൈസ ഉണ്ടാക്കി പിന്നെ ബാക്കി കാര്യം. നമ്മളെ ഷോപ്പ് ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫർണിച്ചർ ഒന്നും കൂടി ഓർഡർ ചെയ്തിട്ടാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കയറ്റി വെക്കാം. ഓക്കെ, ആൾക്കാർ ഇതാ വരിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ചെക്കൗട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒക്കെ ആൾക്കാർ പോയി. നമുക്ക് അപ്പോൾ ഈ ഷെൽഫ് ഒന്ന് അകത്ത് കൊണ്ടുവരാം. എന്നിട്ട് അതിലും കൂടി പ്രൊഡക്റ്റുകൾ നിറച്ച് വെക്കാം. ഇതിപ്പോ ഒരു വെറും ചെറിയ ഷോപ്പാണ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു വലിയ സ്റ്റോറായിട്ട് മാറ്റിയെടുക്കാനുള്ളതാണിത്. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഷെൽഫിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ അതും വിറ്റ് പോയിക്കോളൂ. ഒരു ബോക്സിൽ 12 എങ്ങാണ്ടുണ്ട്. അത് 2 തട്ടിലായിട്ടാണ് ഇത് വെക്കണത്. ഓക്കെ ഓക്കെ, അപ്പം ഇത് ഈസി ആയിട്ടോ. ചെക്കൗട്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. സാധനങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കുക, അത് നിൽക്കുക, സ്പേസ് അടിച്ചിട്ട് നമ്മളെ ക്യാഷ്
ഇങ്ങനെ ബാലൻസ് ആയിട്ട് കൊടുക്കാനൊന്നുമില്ല. കറക്റ്റ് തന്നെ ഈസിയാണ് കാഷ്വൽ ആയിട്ട് നിൽക്കാൻ ഈസിയാണ്. ഓക്കെ, നമുക്ക് ഈ ബാക്കി പ്രൊഡക്റ്റ് കൂടി നാല് ഫുള്ള് കൊണ്ടുപോയി വെക്കാം. ഷെൽഫ് കുറെ ബാക്കിയുണ്ട്, നമുക്ക് അവിടെ തന്നെ ഒക്കെ വെക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്റ്റും കൂടി എടുക്കാം. ഓക്കെ, അതും അതിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ ഓക്കെ, അവിടെ ഫില്ലാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ബാക്കി മേലെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആൾക്കാർ കൂടി നമുക്ക് ഒന്ന് ഇതാക്കാം. ആൾക്കാർ കൂടി വരുന്നുണ്ട്. ചെറിയ കുട്ടിയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട്. ഇതിൽ പലതരം ആൾക്കാരുണ്ട് സാധനം വാങ്ങാനായിട്ട് വരുന്നവർ. ഓക്കെ, അത് ഇപ്പൊ കയ്യിൽ ഓൾറെഡി $543 അങ്ങാനാണ് എടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ സൈഡില് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ റീച്ച് ലെവൽ 4 ടു ഓപ്പൺ ന്യൂ സപ്ലയറിന് കൊടുത്തത്. നമ്മള് ഓൾറെഡി ലെവൽ 3 ആണ്. ലെവൽ 3 പകുതി ആയിട്ടോ. പകുതി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എംപ്ലോയീസിനൊക്കെ ഹയർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. എംപ്ലോയീസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവര് നോക്കിക്കോളും സാധനം ഫില്ല് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയാലോ. ടെക്സ്റ്റോർ സിമുലേറ്റർ എന്നുള്ള നമുക്കൊന്ന് മാറ്റി ഒരു ആർ ജി ടെക്സ്റ്റോർ കൊടുക്കാം. അതല്ല നല്ല RG ടെക്സ്റ്റോർ എന്ന് കൊടുക്കാം. ഓക്കെ, $200 അതിന് ആവശ്യമുള്ളത്. ഓക്കെ, അത് പോട്ടെ, വിഷയമല്ല. ശേഷമൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം. ഓക്കെ, ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എടാ കടയിൽ നിന്ന് ഒരാളല്ല ഇറങ്ങി വിടുന്നത്, എന്താ സംഭവം? ഓക്കെ, എന്തൊരു ബാഗൊക്കെ ആയിട്ട് പോകുന്നത്. ഓക്കെ, അയാളൊരു കള്ളനാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ കടയിൽ വന്നാണ്ട് ഇത് സാധനങ്ങള് മോഷ്ടിച്ച് പോയാണ് ഇയാൾ ചെയ്താണ്ടോ. നമ്മളൊരു ഫോണിന്റെ കവറോ എന്തോ ആണ് കടയിൽ നിന്ന്. ഒരു കള്ളന്മാരൊക്കെ വരുന്നതാണ് കേട്ടോ ഇടയ്ക്ക്. സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മളെ സാധനം പോകും. ഓക്കെ, നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഒരാളും കൂടി ഉണ്ട്. നമുക്ക് ഈ കടയിലെല്ലാം ഇപ്പം വാങ്ങി വെച്ച എല്ലാ സാധനങ്ങളും ഫുള്ള് വിൽക്കണം. അതാണ് ഇന്നത്തെ നമ്മളെ പണി. ഇപ്പോൾ ഓൾറെഡി ഷെൽഫിൽ കുറച്ചും കൂടി സാധനങ്ങളുണ്ട്, അത് ഉണ്ട് ഫുള്ളായിട്ട് വിൽക്കാം. ഓക്കെ, ഇതിൽ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. ഫോൺ കവറും ഫോൺ മറ്റേ കേബിളൊക്കെ വാങ്ങാൻ. ഇവിടെ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും കേട്ടോ. സ്റ്റോറേജ് ഏരിയ ഒക്കെ തുറക്കണമെങ്കിൽ തോന്നുന്നു ലെവല് ആവേണ്ടി വരും. കുറച്ചുകൂടിയൊക്കെ ലെവലായാൽ സ്റ്റോറേജ് ഏരിയ തുറക്കാൻ തോന്നുന്നു. നമുക്ക് ഇതും കൂടി കൊടുക്കാം. ഇതിൽ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിങ്ങനെ കൊടുക്കുക, സാധനങ്ങൾ നിറയ്ക്കുക, വീണ്ടും വിൽക്കുക. ഷോപ്പൊക്കെ അപ്ഗ്രേഡ് ചെയ്തൊരു വലിയ ഷോപ്പാക്കി മാറ്റാം. അപ്പൊ നമ്മളെ സാധനങ്ങൾ തീർന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മളെ ലീഡൊക്കെ തീർന്നു. നമുക്ക് നമ്മളെ ഷോപ്പ് ഏതായാലും ക്ലോസ് ആക്കി വെക്കാം. നമുക്കിനി ഇതും കൂടി കൊടുക്കാം. ഓക്കെ, അതും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സാധനങ്ങൾ നമുക്ക് ബാക്കി പ്രൊഡക്ട്സ് ലൈസൻസ് ജിഗാ ഫുഡ്സ് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതും കൂടി എടുക്കാം. ഇപ്പോൾ കയ്യിൽ $620 ഉണ്ട്. 200 എടുത്താൽ ബാക്കി 420 ഉണ്ടാവും. ഓക്കെ, അതും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അത് എടുത്തിട്ടുണ്ട്. സാധനം അത് വാങ്ങണോ? അത് പ്രൊഡക്ട്സിൽ ഒക്കെ വന്നിട്ടുണ്ട്. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പ്രൊഡക്ട്സിൽ ആഡ് ആയിട്ടുണ്ട്. ബ്ലഡ് ഓറസ് സ്മൂത്ത് സർഫസ് എലൈറ്റ് ക്യൂർ
പാഡ് പ്രോ മൗസിന് എന്താ ബ്ലഡ് ഓറിസ് എന്നൊക്കെയാണ് കൊടുത്തിട്ടത്. എന്താ സംഭവം എന്നറിയില്ല, കമ്പനി പേരാണോ എന്നറിയില്ല. ഒക്കെ അതില് ക്യാഷ് രജിസ്റ്റർ ക്യാഷിന്റെ സംഭവമാണെങ്കിൽ നമുക്ക് ഒന്നുകൂടിയൊക്കെ വാങ്ങി വെക്കാം, എന്നിട്ട് അതില് ആൾക്കാരെ ഹയർ ചെയ്ത് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ കട വലുതാക്കി കഴിഞ്ഞ് തിരക്ക് കൂടുമ്പോൾ മാത്രം വെച്ചാൽ മതി. ഇത് അത്യാവശ്യം ഇപ്പല്ല ഇതിലെന്താ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രന്നെ ഉള്ളു. പിന്നെതാ നമുക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കമ്പ്യൂട്ടർ, ഈ ക്യാഷിന്റെ ഈ സാധനം ഇതൊക്കെ നമുക്ക് പല സ്ഥലത്തൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഇത് ഇവിടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വെക്കാം. അതൊന്നും ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ വീഡിയോ നമുക്ക് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.